So now let's move on to the methods of compensation that can be employed for any amplifier oscillations, so in particular to op-amp based configurations as well. And these methods are dominant pole compensation involving the introduction of a dominant pole, that's a pole having a frequency less than the frequency, having a corner frequency less than the corner frequency of the existing poles in the circuit. The second one, pole zero compensation or lead lag compensation, involving the introduction of both a pole and a zero. And the third one, lead compensation, involving the introduction of a zero in the circuit. How exactly this can be done, which we will see in the next slide. First compensation method, dominant pole compensation. In this compensation procedure, what we do is that we will introduce a pole that has a characteristic corner frequency less than the corner frequency of the poles already existing in the circuits. സർക്യൂട്ടിൽ ഓൾറെഡി ഉള്ള ഒരുപാട് പോളുകൾ ഉണ്ടാവാം. അതിലെ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള പോളിന്റെ ഫ്രീക്വൻസിയാണ് FP. ആ പോളിന്റെ ക്യാരക്ടറിസ്റ്റിക് കോർണർ ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞ കോർണർ ഫ്രീക്വൻസി ഉള്ള ഒരു പോള് നമ്മുടെ വകയായിട്ട് നമ്മൾ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒരു പോളും എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഈ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചാണ് പോളിന്റെ ഇഫക്റ്റ് വരുന്നത്. ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി കൂടിയിട്ട് FP എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പോള്, സർക്യൂട്ടിലുള്ള ഫസ്റ്റ് പോള് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ. അതിന്റെ മുന്നേ നമ്മളൊരു പോള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പോൾ ദാറ്റ് വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് വിൽ ബി ഡോമിനേറ്റിംഗ് ഓവർ ഓൾ ദി എക്സിസ്റ്റിംഗ് പോൾസ് ഇൻ ദ സർക്യൂട്ട്. Such a pole that will be encountered earlier or first comparing with any other poles in the circuit is referred to as dominant pole. അപ്പോൾ നമ്മുടെ വകയായിട്ട് നമ്മൾ വെക്കുന്ന പോള് ഡോമിനന്റ് പോൾ ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ അതെന്തിനാണ് വെക്കുന്നത്, അങ്ങനെ വെച്ചാൽ ചില പ്രശ്നങ്ങളില്ലെന്ന് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വരാം. അതിനുള്ള മറുപടി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമുക്ക് ഇതിനെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആംപ്ലിഫയർ ദാറ്റ് ഈസ് ഇൻസ്റ്റേബിൾ ആസ് ആൻ ആംപ്ലിഫയർ. കാരണം അതിന്റെ ഗെയിൻ മാർജിൻ മോഡ് എ ബീറ്റ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആയിട്ടാണ് വന്നത്, അല്ലെങ്കിൽ 1 എങ്കിലും ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ എടുത്തു. ആ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഐ വുഡ് ലൈക്ക് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ആംപ്ലിഫയർ ആസ് ആൻ ആംപ്ലിഫയർ at a frequency equal to say this one. ഈ ഫ്രീക്വൻസിയിൽ ഇതിനെ എനിക്ക് ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ഈ സമയത്ത് അതിന്റെ ഗെയിൻ മാർജിന് എ ബീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ ഫ്രീക്വൻസിയിൽ ഇതൊരു ഓസിലേറ്ററായി മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ഒരു മാർഗം, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം ഈ ഒരു ഫ്രീക്വൻസി തൊട്ട് ഗെയിൻ കുറയാൻ തുടങ്ങിയതാണ്. ഈ ഒരു ഫ്രീക്വൻസിയാണ് അപ്പോൾ സർക്യൂട്ടിൽ എക്സിസ്റ്റിംഗ് ആയ ഫസ്റ്റ് പോള്, ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോമ്പൻസേഷൻ ദിസ് ഈസ് ദ ഡോമിനന്റ് പോൾ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രീക്വൻസി എത്രയെന്ന് നോക്കി അതിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി ചൂസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പോൾ ഉണ്ടാക്കാനും വേണ്ടി വേണ്ട കപ്പാസിറ്റർ എത്രയെന്ന് കണ്ടുപിടിച്ച് ഔട്ട്പുട്ട് പോയിന്റിൽ ഈ കപ്പാസിറ്റർ അങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കുന്നതോടുകൂടി ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പോൾ ഹാവിംഗ് എ കോർണർ ഫ്രീക്വൻസി FD ഈക്വൽ ടു 1/2πRC, ആൻഡ് ദിസ് FD ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ ദി കോർണർ ഫ്രീക്വൻസി ഓഫ് ദി എക്സിസ്റ്റിംഗ് പോൾ ഓർ കോർണർ ഫ്രീക്വൻസി ഓഫ് ദി ഫസ്റ്റ് എക്സിസ്റ്റിംഗ് പോൾ. അപ്പോൾ ഡോമിനന്റ് ആയ പോൾ ഇതല്ലാതെ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ പോളായിട്ട് മാറി. ആൻഡ് അറ്റ് ദിസ് ഫ്രീക്വൻസി ദ ഗെയിൻ വിൽ ബി ഫാളിംഗ് ലൈക്ക് ദിസ്, സോ ദാറ്റ് അറ്റ് ദിസ് പർട്ടിക്കുലർ ഫ്രീക്വൻസി we assume that the gain margin is negative or modulus A beta is different from 1. That means at this frequency, this kind of a frequency response give me a stable amplifier, which was not stable at this frequency in the absence of this compensation. So this kind of a compensation procedure is referred to as dominant pole compensation.
Now the gain of the amplifier becomes, നേരത്തെ ഉണ്ടായിരുന്ന ഗെയിൻ AV ആയിരുന്നു. ഈ AV എന്ന ഗെയിൻ ആയ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. ഞാൻ ഡിസയർ ചെയ്ത ഒരു ഫ്രീക്വൻസിയിലെ ആംപ്ലിഫയർ അല്ലാതെയായിട്ട് മാറുന്നു എന്നുള്ള പ്രശ്നം. അപ്പൊ നമ്മളത് ഒഴിവാക്കാൻ സർക്യൂട്ടിൽ ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി ഒരു റെസിസ്റ്റൻസ് വെച്ച് കൊടുക്കാം, ഒരു കപ്പാസിറ്ററും വെച്ച് കൊടുത്തു. അപ്പൊ ഇനി ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ പുറത്തുനിന്ന് വെച്ച് കൊടുത്ത പോളിന് അക്രോസ് ആയിട്ടാണ്. ആ പോളിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VO ഈക്വൽ ടു VI ഇൻറ്റു AV ആണ് ഇവിടെ ഉള്ള വോൾട്ടേജ്. AV ഇൻറ്റു VI ഡിവൈഡഡ് ബൈ R പ്ലസ് 1/jωc ഇൻറ്റു 1/jωc. അത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ പോളിന്റെ കേസിൽ സിംപ്ലിഫൈ ചെയ്തതാണ്. ഗെയിൻ ബിക്കംസ് AV by 1 plus j into F by FD. So now we have introduced a dominant pole in the circuit at a frequency less than the frequency of the existing poles, so that at an earlier frequency the gain will be falling. Though the gain is falling and the bandwidth is limited now, അത് രണ്ടും ഇതിന്റെ ഡ്രോബാക്ക് ആണ്. ഗെയിൻ നേരത്തെ ഫാൾ ചെയ്യുന്നു, അപ്പൊ സ്വാഭാവികമായിട്ടും ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. ബട്ട് we achieved the stability for the amplifier which was not stable at a desired frequency earlier. നേരത്തെ ഒരു ഡിസൈഡ് ഫ്രീക്വൻസിയിൽ സ്റ്റേബിൾ അല്ലാതിരുന്ന ആംപ്ലിഫയറിൽ ഇപ്പം സ്റ്റെബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. സോ ദിസ് ഈസ് the most simple method of introducing compensation, and it has a drawback that it will reduces the bandwidth. Another compensation procedure that can be employed is the introduction of not only a pole but also a zero, that is both a lead as well as lag network, and that kind of a compensation method is referred to as pole zero compensation or lead lag compensation. ഇത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നേരത്തെയുള്ള ഡോമിനന്റ് പോൾ കോമ്പൻസേഷന്റെ ഡ്രോബാക്ക്, ബാൻഡ് വിഡ്ത്ത് കുറയുന്നു എന്നുള്ള ഡ്രോബാക്ക് കഴിയുമെങ്കിൽ ഓവർകം ചെയ്യുക എന്ന ഒരു പർപ്പസോട് കൂടിയിട്ടാണ്. അപ്പോൾ സർക്യൂട്ടിൽ ഇവിടെ ഒരു പോൾ ഉണ്ട്, അപ്പം തൊട്ട് ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് മാറുന്നു എന്ന പ്രശ്നം. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ ഈ പോളിന്റെ ഇഫക്റ്റ് നളിഫൈ ചെയ്യാൻ അതേ ഫ്രീക്വൻസി വരുന്ന ഒരു സീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Then this zero will be cancelling this pole, and we will be fixing the pole in the circuit at a desired higher frequency. അങ്ങനെ എനിക്ക് ബാൻഡ് വിഡ്ത്ത് കൂട്ടാനായിട്ടും കഴിയും. പക്ഷെ തിയററ്റിക്കലി അത് എല്ലായ്പ്പോഴും നടന്നുകൊള്ളണം എന്നില്ല, ചില കോമ്പിനേഷന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. So this involves the introduction of both a pole and a zero in a circuit, preferably in a manner such that the zero introduced in the circuit nullify the dominant pole or the first existing pole in the circuit, so that the bandwidth of the amplifier can be increased, and we will be fixing a new pole as a dominant pole. ഒരു പോളും സീറോയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സർക്യൂട്ടൊക്കെ ഈസിയാണ്. ഔട്ട്പുട്ടിൽ ഒരു റെസിസ്റ്റൻസ് വെക്കുക, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററിന് സീരീസ് ആയിട്ട് രണ്ടാമതൊരു റെസിസ്റ്റർ R2 കൂടി വെക്കുക. സോ വി ഇൻട്രൊഡ്യൂസസ് ടു റെസിസ്റ്റൻസസ് R1 and R2 and a capacitor C like this. Then the gain becomes modified as A divided by 1 plus j into F by FD into, in the numerator also you will have a modified term, say 1 plus j into F divided by Fz corresponding to the zero, and the denominator one term corresponding to the pole. So ഇത് സർക്യൂട്ടിൽ ഉണ്ടായിരുന്ന ഡോമിനന്റ് പോൾ ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് FD എന്നുള്ളത്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് A2 ഈക്വൽ ടു A ഡിവൈഡ്, ഇത് AV എന്നാണ്. ഇവിടെ കിട്ടുന്ന ഗെയിൻ ആണ് A2 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. A2 ഈക്വൽ ടു A by 1 plus j into F by FD. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കർവാണ് വി അസ്യൂം സേ ദിസ് വൺ. FD എന്ന ഫ്രീക്വൻസി എത്തും വരെ ഗെയിൻ കോൺസ്റ്റന്റ് ആണ്. FDക്ക് ശേഷം ഗെയിൻ 20 dB per decade റോൾ ഓഫ് ചെയ്യുന്നു. അതിനകത്ത് ഇൻസ്റ്റെബിലിറ്റി വരാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി അങ്ങനെ കണ്ടിട്ടുണ്ട്. ദെൻ വി ഇൻട്രൊഡ്യൂസ് എ പോൾ സീറോ കോമ്പൻസേഷൻ. അപ്പൊ ഇവിടെ കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് V1 ആണ് ആംപ്ലിഫയറിന്. ഓപ്പാമ്പ് ആയിട്ടല്ല കാണിച്ചേക്കുന്നത്, ആംപ്ലിഫയർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് V2, അതിന്റെ ഗെയിൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ V2വിനെ വീണ്ടും നമ്മൾ
പൊട്ടൻഷ്യൽ ഡിവിഷൻ നടത്തുന്നു പോൾ 0 കോമ്പൻസേഷനിൽ. അപ്പോൾ V3 ആണ് ഔട്ട്പുട്ട്. ഈ V3യുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ V3 by V2 എന്ന് പറയുന്നത് ദാറ്റ് യു ക്യാൻ പ്രൂവ് സേ ടു ബി 1 plus j into f by fz by 1 plus j into f by fp, where fz is the frequency, characteristic corner frequency of the zero introduced in the circuit using this network, and fp is the characteristic corner frequency of the pole introduced in the circuit using this network. Now we will prove this relationship. അപ്പോൾ അത് കിട്ടാനായിട്ട് V2ന്റെ പൊട്ടൻഷ്യൽ ഡിവിഷൻ നടത്തുകയാണ് പ്രാക്ടിക്കലി നമ്മൾ ഈ സർക്യൂട്ടിൽ ചെയ്യുന്നത്. V2 R1 എന്നും R2 പ്ലസ് 1/j⍵c എന്നുള്ള രണ്ട് ഇംപിഡൻസുകൾക്ക് അക്രോസ് ആയിട്ട് കൊടുത്ത് ഔട്ട്പുട്ട് എടുക്കുന്നത് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് ദിസ് R2 ആൻഡ് 1/j⍵c. അപ്പോൾ V3 will be equal to V2 divided by total resistance R1 plus R2 plus 1/j⍵c into R2 plus 1/j⍵c across ഉള്ള ഔട്ട്പുട്ട് ആണ് എടുക്കുന്നത്. Now we simplify this. ഡിനോമിനേറ്ററിൽ j⍵c കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ j⍵c വരും. ന്യൂമറേറ്ററിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus j⍵c R2 by j⍵c വരും. j⍵c in the numerator and denominator vanishes. The numerator V2നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു. V3 by V2 equal to ഇവിടെ അവശേഷിക്കുന്ന 1 plus j⍵c R2 divided by ഇവിടെ ഉള്ളത് R1 j⍵c plus R2 j⍵c plus 1. That is 1 plus j⍵c into R1 plus R2. That is say omega we replace it by 2 pi f. 2 pi f. 1 plus j into f is written here 2 pi R2c divided by 1 plus j f into 2 pi R1 plus R2c. Now we substitute fz equal to 1 by 2 pi R2c and fp equal to 1 by 2 pi R1 plus R2c. Then this becomes V3 by V2 equal to 1 plus j into f by fz by 1 plus j into f by fp. Now what we do is that using this expression for design, we choose the values of R2 and C such that fz equal to fd, the frequency of the dominant pole existing in the circuit or first existing pole in the circuit. That's what you call dominant pole. Then the effect of this dominant pole can be cancelled using the zero introduced in the circuit, and the new pole frequency to the circuit will be modified as this frequency that we have introduced as the pole frequency 1 by 2 pi R1 plus R2 into C. So this will give rise to, അപ്പോൾ ഈ കേസിൽ ബാൻഡ് വിഡ്ത്ത് കൂട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം കപ്പാസിറ്റർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കുറയ്ക്കുന്ന രീതിയിലും വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് കൂട്ടുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു കേസിലെ പർപ്പസ്. ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പോളിനേക്കാളും ചെറിയൊരു പോൾ ഫ്രീക്വൻസി വരുന്ന രീതിയിൽ ദാറ്റ്സ് റാദർ മോർ ഈസി. ദിസ് പോൾ ഫ്രീക്വൻസി ക്യാൻ ബി ഫിക്സഡ് 1 by 2 pi into R1 plus R2 into C. മോർ ഈസി എന്ന് പറയാൻ കാരണം R1 plus R2നെക്കാളും സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ R1 plus R2 കൂടിക്കഴിഞ്ഞാൽ FP കുറയാനുള്ള സാധ്യതയാണ് നേരിട്ടുള്ള കാൽക്കുലേഷനിൽ വരുന്നത്. ആൻഡ് ഫോർ ഇൻക്രീസിംഗ് ദ ബാൻഡ് വിഡ്ത്ത് യു റിക്വയർ ടു ഹാവ് എ മോർ complicated calculation incorporating both R1, R2 resistances and the capacitor C. Now we will move on to the third kind of compensation procedure referred to as lead compensation. As the name indicates, this involves the introduction of a zero in the circuit having a desired frequency. Generally, this is the easiest method of compensation that give you a comparatively larger design for bandwidth. Bandwidth കൂട്ടാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ പോൾ സീറോ കോമ്പൻസേഷനേക്കാളും നന്നായിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊസീജിയർ ലീഡ് കോമ്പൻസേഷൻ ആണ്. ലീഡ് കോമ്പൻസേഷൻ പേര് പറയുന്ന പോലെ തന്നെ ഒരു ലീഡ് നെറ്റ്വർക്ക് അഥവാ സീറോ സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നേരിട്ട് പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഔട്ട്പുട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. പകരം പലപ്പോഴും മിക്കപ്പോഴും ഇത് ചെയ്യാറുള്ളത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ്. So we will consider this lead compensation in the next video.